മറുപടി പറയാനില്ല. ഈ സുരേഷ് ഗോപി ആരാ സാറേ? തൃശ്ശൂർ ചെന്ന് ഇപ്പോൾ അന്വേഷിച്ചാൽ അറിയാം. അവിടെ പോയി ആദ്യം ഒന്ന് പിന്നെ ശുദ്ധീകരിക്കട്ടെ. ഒന്നും ചെയ്യാനൊന്നും ഇവരാരും ഒന്നും ഇതിനകത്ത് ചെയ്യാനില്ല. അതൊന്നും അല്ല. അത് ഇവർ വാസ്തവത്തിൽ ഇങ്ങനെ അതിനകത്ത് ഈ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിനെ ഇതിനകത്തൊരു കരുവാക്കിയത്. അതിന് പ്രധാന കാരണക്കാരൻ ഈ സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിയുടെ ലക്ഷ്യം രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു. അതാണ് അതിനകത്തെ കാര്യം. ഇവിടെ ആ പണിയൊന്നും നടക്കുകയല്ല. ഒന്നും BJP അല്ല. ഞങ്ങൾക്ക് എന്നാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാം ഒരുമിച്ച് നിൽക്കണം, പോകണമെന്നുള്ള ആഗ്രഹക്കാരാണ്. അതിന് ഞങ്ങൾ യാതൊരു വെള്ളം ചേർക്കില്ല അതിനകത്ത്. എന്തോ ശരിയായിരിക്കാം, ഞാൻ കണ്ടിട്ടില്ല, ഞാനാണെങ്കിലും പോയിട്ടില്ല. ഡൽഹിയിലെ NSSൻ്റെ പ്രവർത്തനം സാറേ, ഒരു കരയോഗം അവിടുത്തെ ആ സ്റ്റേറ്റിലെ നിയമം അനുസരിച്ച് ഒരു കരയോഗം, ഒരു സൊസൈറ്റി രൂപീകരിച്ച കരയോഗം. NSSുമായി യാതൊരു ബന്ധവുമില്ല. അതെ, ചില്ലറ ആളുകളുമായിട്ടാണോ ഞാൻ ഏറ്റുമുട്ടുന്നത്? അല്ല, കോൺഗ്രസിൻ്റെ നരസിംഹറാവുമായിട്ടല്ലേ ഏറ്റുമുട്ടിയത്? അന്ന് വോട്ടിട്ടുണ്ട് ഇതിനകത്ത് പട്ടിയും കൊണ്ട് കയറാൻ വന്നപ്പോൾ. ഇടതുപക്ഷത്തിൻ്റെ പിണറായി വിജയനോടല്ലേ ഞാൻ നേരിട്ടത്? BJPയുടെ എല്ലാം നമ്മൾ ശരിയായ മനസ്സിന് ഉറപ്പുണ്ടോ ഇതെല്ലാം പറ്റും? നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്നൊരു ആത്മധൈര്യം നമുക്കുണ്ടെങ്കിൽ അതിനകത്ത് കലർപ്പുണ്ടാകാതിരുന്ന എനിക്കൊരു ലക്ഷ്യമുണ്ട്. അത് ശ്രീ മന്ദനാഭൻ്റെ ലക്ഷ്യമാണ്. അത് ഞാൻ അക്ഷരം പ്രതിപാദിച്ചിരിക്കുന്നു. അതിനിടയ്ക്ക് ആരും എന്നെ പേടിപ്പിക്കാനൊന്നുമില്ല. ഒന്നും ഞാൻ ഭയപ്പെടുന്ന പ്രശ്നമില്ല അതിനകത്ത്. ആരെല്ലാം എതിർത്താലും. മുൻപിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ ഇതിലും ഭേദമായിരുന്നു. ഉമ്മൻചാണ്ടി ഭേദമായിരുന്നു. ഉമ്മൻചാണ്ടി KM മാണിയൊക്കെ ഭേദമായിരുന്നു. അവർക്കൊരു വീക്ഷണം ഉണ്ടായിരുന്നു. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുമ്പോഴും BJPയിലെ മറ്റാളുകൾ ഇങ്ങനെ പ്രതികരിക്കുന്നില്ല. അപ്പോൾ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യമാണ് ഉണ്ടാകുന്നത്? NSSനെ ആക്രമിക്കുന്നതിലൂടെ, NSSനെ ഇങ്ങനെ കടന്നാക്രമിക്കുന്നതിലൂടെ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്? ഞാനത് പറയണം. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം എന്ന് അവർക്ക് തന്നെ തോന്നി കാണിച്ച വൃത്തികേടാണെന്ന്. അതുകൊണ്ട് അവർ തിരുത്തി പറഞ്ഞു. അല്ലെ നിക്കക്കളിയില്ല ഇവിടെ. അതാണ് അതിനകത്തൊരു കാര്യം. ഈ സമുദായം എന്ന് പറയുന്നത് ഒരു ബലമില്ലാത്ത സാധനമൊന്നുമല്ല. പറഞ്ഞില്ല, അതങ്ങ് കത്തിക്കാളും. അതുകൊണ്ട് അവർ ബുദ്ധിമാന്മാരായ അവരെ നല്ല രീതിയിൽ തിരിച്ചടിച്ചു. അതെ, അങ്ങനെ പറഞ്ഞു. അല്ല, അത് പറഞ്ഞല്ലോ ഉപരാഷ്ട്രപതി പറഞ്ഞത്. അത് കാരണം എന്താണെന്നറിയാമോ? അവരുടെ സംഘടനയ്ക്ക് അതുകൊണ്ട് ഭയങ്കരമായ ദോഷം സംഭവിക്കുമെന്ന് അദ്ദേഹം ദീർഘവീക്ഷണമാണ്. സുരേഷ് ഗോപി ഈ കാണിച്ച നടപടി കൊണ്ട്, വൈസ് പ്രസിഡന്റ് ഈ കാണിച്ച നടപടി അവരുടെ സംഘടനയുടെ ഭാവി പ്രവർത്തനത്തെ ഇത് സാരമായി ബാധിക്കും എന്നവർക്ക് ബോധ്യം വന്നതുകൊണ്ടാണ് അവരത് തിരുത്തിയത്. അതിപ്പോൾ ആദ്യത്തെ സംഭവമല്ലേ.
എന്തോ NSS പിടിക്കുമെന്നൊക്കെയാണ് സുരേഷ് ഗോപി പറയുന്നത്. NSS NSS പിടിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. പിടിക്കുന്നു. ആ ഇവിടെ എത്ര പേര് പിടിക്കാൻ വന്നു? ആ പിടിക്കാൻ വന്നവരുടെ ഒരു പേര് പറയാമോ? ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ആരെങ്കിലും അല്ലെങ്കിൽ കടന്നു പോയവർ ഒരാളുടെ പേര് പറ. NSS പിടിക്കുമെന്ന് പറയാൻ. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യാപകമായ പ്രചരണങ്ങളാണ് അങ്ങേക്കെതിരെ, അങ്ങേ മറ്റാരെയും കയറ്റാതിരിക്കുന്നു. അത് സ്വയബുദ്ധി നഷ്ടപ്പെട്ട അതൊക്കെ ഉണ്ടാവും. ഈ ബോധപൂർവമുള്ള തേജോവധം ചെയ്യാനുള്ള പരിശ്രമം ഒരു ബോധമില്ലാത്ത വർത്തമാനമായി ഈ പറയുന്നത്. അത് ബോധമുള്ളവരും ഇങ്ങനെ വല്ലതും പറയും. സമുദായത്തെ മോശപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രചരണമാണെന്ന് കരുതുന്നു. ഇവരാരും വിചാരിച്ചാൽ സമുദായത്തെ ഒരു ചുക്കം ചെയ്യാനൊക്കത്തില്ല.